CMRL എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് മുഖ്യ പങ്കെന്ന് SFIയുടെ അന്തിമ റിപ്പോർട്ട്. എക്സാലോജിക് സേവനം നൽകിയതിന് തെളിവില്ല. CMRL വീണയ്ക്ക് പ്രതിമാസം 5 ലക്ഷവും എക്സാലോജിക്കിന് 3 ലക്ഷവും നൽകി. വീണയും ശശിധരൻ കർത്തായും ഒത്തുകളിച്ച് തട്ടിയത് 2,78 ലക്ഷം രൂപയെന്നും SFIO. ഈ റിപ്പോർട്ടിൽ വീണ 11ാം പ്രതിയാണ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഏറ്റവും പ്രധാനപ്പെട്ട SFIയുടെ അന്തിമ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് ഈ പണം എന്തിനു നൽകി എന്ന് ബോധ്യപ്പെടുത്താൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല, ഇവർ ഒത്തുകളിച്ചു എന്നൊരു നിഗമനത്തിലേക്കാണോ SFIO എത്തിയിട്ടുള്ളത്? അങ്ങനെയെങ്കിൽ അതിന്റെ ബാക്കി എന്തൊക്കെയാണ്? കുരുക്ക് മുറുകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്ന് വേണം ഇപ്പോൾ SFIയുടെ ഭാഗത്ത് നിന്ന് അന്തിമമായി പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. SFIയുടെ സമഗ്രമായ റിപ്പോർട്ടാണ് കോടതിയിൽ കൊച്ചിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായി എടുത്തു പറയുന്നത് വീണ വിജയൻ നേതൃത്വം നൽകുന്ന എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിയും അതോടൊപ്പം തന്നെ CMRL MD ആയ ശശിധരൻ കർത്തായും ചേർന്ന് ഒത്തുകളിച്ച് 2.78 കോടി രൂപ CMRL നിന്ന് തട്ടിയെടുത്തു എന്നാണ്. അങ്ങനെ ഒരു ഗുരുതരമായ ആക്ഷേപമാണ് ഈ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ ഉള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്നത് IT കൺസൾട്ടൻസി സേവനങ്ങൾക്ക് എന്ന പേരിലാണ് ഈ പണം കൈമാറിയതെന്ന് പറയുമ്പോഴും അങ്ങനെയൊരു സേവനം CMRLന് നൽകിയതിന്റെ ഒരു തെളിവുകളും ഒരു രേഖകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ്. മാത്രവുമല്ല, എക്സാലോജിക് സൊല്യൂഷൻസിന് പ്രതിമാസം 3 ലക്ഷം രൂപ CMRL കമ്പനി കൈമാറിയിരുന്നതിന്റെയും വീണ വിജയന് പ്രത്യേകമായി 5 ലക്ഷം രൂപ കൈമാറിയതിന്റെയും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ആദ്യഘട്ടം മുതൽ ഈ ഒരു ആരോപണം ഉയർന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും അതോടൊപ്പം തന്നെ ഇടതു നേതാക്കളുമൊക്കെ ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നത് എക്സാലോജിക് സൊല്യൂഷൻസ് CMRL നൽകിയ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായിട്ടാണ് പ്രതിമാസം എക്സാലോജിക് സൊല്യൂഷൻസിന് ഈ പണം ലഭിച്ചിരുന്നത് എന്നാണ്. പക്ഷേ ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന കാര്യം എക്സാലോജിക് സൊല്യൂഷൻസിന് 3 ലക്ഷം രൂപ വീതം നൽകിയിരുന്നു. അതുകൂടാതെ വീണ വിജയന്റെ അക്കൌണ്ടിലേക്ക് 5 ലക്ഷം രൂപ വീതം ഈ കമ്പനിയിൽ നിന്ന് കൈമാറിയിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ SFIക്ക് ലഭിച്ചിരിക്കുന്നുവെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2.78 കോടി രൂപ CMRL നിന്ന് വീണ വിജയനും അതോടൊപ്പം തന്നെ ശശിധരൻ കർത്തയും ചേർന്ന് തട്ടിയെടുത്തു എന്ന തരത്തിലുള്ള ഒരു ഗുരുതരമായ ആക്ഷേപമാണ് SFIയുടെ റിപ്പോർട്ടിൽ പ്രധാനമായി എടുത്തു പറയുന്നത്. അതിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയാനുള്ളത്. എന്തായാലും ഇത്രയും നാൾ രാഷ്ട്രീയമായ ഒരു വേട്ടയാടലാണ് നടക്കുന്നത് എന്ന് പ്രതിരോധിച്ചുകൊണ്ടിരുന്ന ഇടത് കേന്ദ്രങ്ങൾക്ക് ഇപ്പോൾ SFIO പുറത്തുവിട്ടിരിക്കുന്ന ഈ വിവരങ്ങളും കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലെ വിശദാംശങ്ങളും പുറത്തുവരുമ്പോൾ കൂടുതൽ കുരുക്ക് മുറുകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്ന് വേണം വിലയിരുത്താൻ. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. SFIO സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് കുരുക്കുണ്ടാക്കുന്നതാണ്. എന്തിനീ പണം നൽകി എന്ന് തെളിയിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. വീണ നൽകിയ സേവനങ്ങൾ എന്തെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒറ്റയാൾ കമ്പനിയായി രജിസ്റ്റർ ചെയ്ത വീണയുടെ എക്സാലോജിക് ഈ പൈസ നേടുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ടായിരുന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സ്കൂളുകളിലെ IT സേവനങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി പ്രാഥമികമായി അതിനുണ്ടാക്കിയ ഒരു കമ്പനിയായിരുന്നു ഇത് എന്നുകൂടി SFIO റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വളരെ ഗുരുതരമായ കാര്യങ്ങൾ. ഒരുപക്ഷെ വീണയെ നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ എന്നതിനപ്പുറം എന്താണ് ഈ ക്രമക്കേടിൽ, എന്താണ് ഈ ഇടപാടിലെ ക്രമക്കേട് എന്ന് പറയുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഈ SFIയുടെ അന്തിമ റിപ്പോർട്ടിലുള്ളത്. ED ഈ റിപ്പോർട്ടിന്റെ കോപ്പി കോടതിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതുകൂടി വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ കുരുക്ക് അല്പം മുറുകിയേക്കാം.